എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ്റ്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ ആണ്, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടല്ല കുക്ക് ചെയ്യുന്നതെന്ന് മാത്രം. ഇതൊരു സ്പെഷ്യൽ സാധനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മളൊരു ഈസ്റ്റ് പൊട്ടിച്ചെടുക്കുക. പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം ആയതുകൊണ്ടും അതിൻ്റെ പതുകൊണ്ടുമാണ് കേട്ടോ വെള്ളത്തിൻ്റെ കളർ അങ്ങനെ ഇരിക്കണേ. നല്ല അടിപൊളി വെള്ളം. ആ വെള്ളം എടുക്കുക, അതിൻ്റെ അകത്തോട്ട് ഒരു പാക്കറ്റ് ഈസ്റ്റ് അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഇളക്കി അതിൻ്റെ അവസാനം ഒരുമാതിരി കള്ളിൻ്റെ കളർ പോലെയൊക്കെ ആവും കേട്ടോ. പ്രത്യേകിച്ച് മണോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഈസ്റ്റ് അല്ലേ, ഈസ്റ്റൊക്കെ ഇത്രയൊക്കെ അല്ലേ വരത്തുള്ളൂ. അപ്പോൾ എന്തിനേലും അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് കലക്കിയിട്ട് നമ്മൾ ഈ സാധനം കൊണ്ടുപോവാണ്. ഇത്രേ ഉള്ളൂ, കുക്കിംഗ് കഴിഞ്ഞു. ഇനി ഇതാർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒച്ചിനെ പിടിക്കാനുള്ള കുക്കിംഗാണ് കേട്ടോ. എന്തായാലും ആ പാത്രം നമ്മളിങ്ങനെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒച്ചൊക്കെ വരുമ്പോൾ അതിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെയൊക്കെ ഇട്ടൊന്ന് സെറ്റപ്പാക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മൾ ഒച്ചിന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പറ്റില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ, ചുമ്മാ തമാശ പറഞ്ഞാണേ. അപ്പോൾ എന്തിനേലും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി വെക്കും. ഇതെല്ലാം 3 ദിവസം കൂടുമ്പോൾ ഈ സാധനം മാറ്റും കേട്ടോ. ഇതൊക്കെ എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ എന്തായാലും ഞെട്ടിപ്പോവും. ഇതിൻ്റെ അറ്റത്തോടെ ഇങ്ങനെ ഇതുണ്ട്, ഇത് ഇപ്പോൾ നമ്മൾ വെച്ചൊരു സാധനമാണ്. കണ്ടു, ഇതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടാൽ അവിടെ അറിയാവുന്ന ഒരാൾ നോക്കിയാലല്ലേ ആ സാധനം ഉണ്ടെന്നറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. അതാണ് അതിൻ്റെ ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ പൊട്ടറ്റോൻ്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്തിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതും ഈ ഒച്ചിനൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണത്രേ. അപ്പോൾ അത് ഇങ്ങനെ അതിന് വഴി വെട്ടി കൊടുക്കുന്നതാണ്, വന്ന് കുഴിയിലോട്ട് ചാടാൻ വേണ്ടിയിട്ട്. എന്തൊരു ഐഡിയ ആണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സാധനം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുക്കണം. 3 ദിവസം കഴിയുമ്പോൾ പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ അവസ്ഥയാണ്, അതായത് കുഴിയുടെ അവസ്ഥയല്ല, ഈ പാത്രത്തിൻ്റെ അവസ്ഥയാണിത്. കണ്ടോ, അതിൻ്റെ അകത്ത് എന്തോരം സാധനങ്ങളൊക്കെ വീണെടുക്കണേന്ന് നോക്കിയേ. ഇതൊക്കെ നമ്മുടെ ഈ ഗാർഡനിലുള്ള ചെടികൾക്കൊക്കെ ദോഷകരമായിട്ടുള്ള ക്ഷുദ്രജീവികളാണ്. അവരെ പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. ആ ചേട്ടൻ അതിൽ മുഴുവൻ ഒഴിച്ച് നാറ്റിച്ച് നാണം കെടുത്തി. എൻ്റെ പൊന്നേ മതി. അതാ പുള്ളി കൈ കൊണ്ടെടുത്ത് വാരുകയും ചെയ്തു. എന്താ ചെയ്യാന്ന് പറ. അപ്പോൾ ഇതിനിങ്ങനെ ഒച്ചിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ. ഈ ഒച്ചാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചെടികളൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ 3 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ മാറ്റി എടുക്കും. അപ്പോൾ വെറും 3 ദിവസം കൊണ്ട് കിട്ടിയതാണ് ഈ ഒരു സംഭവം. അതായത് ഈ സമ്മറിൽ എല്ലാ 3 ദിവസം കൂടുമ്പോൾ ഈ ചേട്ടൻ ഇത് മാറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഈസ്റ്റ് കമ്പനിക്കാരൊക്കെ നല്ല ഒരു മാർക്കറ്റിംഗാണ്. എന്തിനേലും നോക്കി ഒച്ചിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒച്ച അങ്ങനത്തെ ക്ഷുദ്രജീവികളുടെയൊക്കെ ശല്യം നിങ്ങളുടെയൊക്കെ ഗാർഡനിലുണ്ടെങ്കിൽ ഈ ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. കണ്ടോ, ഇത് ഫലം കണ്ടു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. അതായത് കണ്ടോ എത്ര എണ്ണത്തെ പിടിച്ചതെന്ന് നോക്കിയേ. കണ്ടോ, അതുപോലെ നമുക്ക് ഓരോ 3 ദിവസം കൂടുമ്പോഴും നല്ല കെട്ടുകണക്കിന് സാധനങ്ങളെയൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ഐഡിയ? അത്രേ ഉള്ളൂ. ബൈ.